നമസ്കാരം. കേരളത്തെ ആകെ കണ്ണീരിലാഴ്ത്തിയ ബംഗളൂരു മൈസൂരു ദേശീയപാതയിൽ വൻ KSRTC ബസ് അപകടം. കോഴിക്കോട് നിന്ന് പുറപ്പെട്ട സൂപ്പർ ഡീലക്സ് ബസ് നിയന്ത്രണം വിട്ട റോഡരികിലെ ഭീകരമായ ദിശാസൂചിക ബോർഡിന്റെ തൂണിലേക്ക് ഇടിച്ചുകയറി തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ ബസിന്റെ ഡ്രൈവറും കണ്ടക്ടറും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. നിരവധി യാത്രക്കാർക്കാണ് പരിക്കേറ്റത്. കർണാടകയിലെ ബിഡദിക്ക് സമീപം ഇന്ന് പുലർച്ചെ 6:40 അതിദാരുണമായ അപകടമുണ്ടായത്. കോഴിക്കോട് ഡിപ്പോയിൽ നിന്നുള്ള KL 15A1963 നമ്പർ സൂപ്പർ ഡീലക്സ് എയർ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. കോഴിക്കോട് കോവൂർ സ്വദേശിയായ കണ്ടക്ടർ അരുൺ NM അപകടസ്ഥലത്ത് വെച്ചും ഡ്രൈവറായ കോഴിക്കോട് വെള്ളയിൽ സ്വദേശി മിഥിലേഷ് ആശുപത്രിയിലുമാണ് മരണപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി 9:30 കോഴിക്കോട് നിന്ന് പുറപ്പെട്ട ശനിയാഴ്ച രാവിലെ 6:30 ബംഗളൂരുവിൽ എത്തിയിട്ടിരുന്ന ബസ്സായിരുന്നു ഇത്. കനത്ത മഴയ്ക്കിടയിൽ റോഡരികിലെ വലിയ സൈൻ ബോർഡിന്റെ തൂണിലേക്ക് ബസ് ഇടിച്ചു കയറുകയായിരുന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഈ വൻ ദുരന്തത്തിന് കാരണമായതെന്നാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. എന്നാൽ അതിന് പിന്നിലെ യഥാർത്ഥ കാരണം KSRTC വരുത്തിവെച്ച കടുംവെട്ടാണ്. ദീർഘദൂര സർവീസുകളിൽ കടുത്ത പരിചയസമ്പന്നരായ സ്ഥിരം ഡ്രൈവർമാരെ മാത്രമേ നിയോഗിക്കാവൂ എന്ന് കഴിഞ്ഞ ജൂൺ 23 KSRTC ഓപ്പറേഷൻസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ കർശനമായ ഉത്തരവ് ഇറക്കിയിരുന്നു. സ്ഥിരം ജീവനക്കാരെ കിട്ടാത്ത സാഹചര്യമുണ്ടായാൽ സീനിയോറിറ്റി മാനദണ്ഡമാക്കി ഏറ്റവും സീനിയർ ആയവരെ മാത്രമേ ഡ്യൂട്ടിക്ക് നിയോഗിക്കാവൂ എന്നും ചട്ടമുണ്ട്. ഈ നിർദ്ദേശം പാലിക്കുന്നുണ്ടെന്ന് യൂണിറ്റ് അധികാരികൾ വ്യക്തിപരമായി ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. എന്നാൽ കോഴിക്കോട് ഡിപ്പോ അധികൃതർ ഈ ഉത്തരവ് കാറ്റിൽ പറത്തി. അപകടത്തിൽപ്പെട്ട താൽക്കാലിക പാനൽ ഡ്രൈവർ മിഥിലേഷിന് ഇത്തരം കഠിനമായ ദീർഘദൂര സർവീസുകൾ ഓടിച്ച വലിയ പരിചയമില്ലായിരുന്നുവെന്നാണ് സഹപ്രവർത്തകർ നൽകുന്ന സൂചന. മാത്രമല്ല, തൊട്ടു മുൻപുള്ള ദിവസം മൈസൂരിൽ നിന്ന് കോഴിക്കോട് സർവീസ് ഓടിച്ചെത്തി കടുത്ത ക്ഷീണത്തിലായിരുന്ന മിഥിലേഷിന് മതിയായ വിശ്രമം പോലും നൽകാതെ അതേ രാത്രി തന്നെ ബംഗളൂരുവിലേക്ക് വീണ്ടും നിർബന്ധിച്ച് അയക്കുകയായിരുന്നു. ഇതിനെല്ലാം പുറമെ രാത്രികാലങ്ങളിൽ 5 മണിക്കൂറിൽ കൂടുതൽ സർവീസ് നടത്തുന്ന ബസ്സുകളിൽ നിർബന്ധമായും ഉണ്ടാകേണ്ട ഡ്രൈവർ കം കണ്ടക്ടർ രീതിയും ഇവിടെ ലംഘിക്കപ്പെട്ടു. മരണപ്പെട്ട കണ്ടക്ടർ അരുൺ ഡ്രൈവർ കം കണ്ടക്ടർ ആയിരുന്നില്ല. പ്രമുഖ യൂണിയനുകളുടെ കടുത്ത സമ്മർദ്ദം കാരണമാണ് കോഴിക്കോട് മംഗളൂരു റൂട്ടിൽ ഈ സുരക്ഷാ രീതി പിന്തുടരാത്തതെന്നാണ് ആക്ഷേപം. 9 മണിക്കൂറിലേറെ തുടർച്ചയായി ഓടിക്കേണ്ട ഈ കഠിനമായ റൂട്ടിലേക്ക് സ്ഥിരം ഡ്രൈവർമാർ ആരും താല്പര്യം കാണിക്കാറില്ല. ഈ ഒഴിവിലേക്കാണ് യാതൊരു സുരക്ഷാ മാനദണ്ഡവും നോക്കാതെ താൽക്കാലിക ഡ്രൈവർമാരെ അധികൃതർ തള്ളിവിടുന്നത്. അപകട സമയത്ത് ബസ്സിനുള്ളിൽ നടന്ന ഭീകരാന്തരീക്ഷം യാത്രക്കാരനായ വൈത്തിരി സ്വദേശി ഷാഫി പങ്കുവെക്കുന്നുണ്ട്. അപകടം നടക്കുമ്പോൾ യാത്രക്കാരെല്ലാം നല്ല ഉറക്കത്തിലായിരുന്നു. വലിയ ശബ്ദത്തോടെ ഇരച്ചു കയറിയ ബസ് റോഡിൽ 3 തവണയാണ് തലകീഴായി മറിഞ്ഞത്. താമരശ്ശേരി ചുരത്തിലെ കടുത്ത ബ്ലോക്ക് കാരണം 1.5 മണിക്കൂറോളം വൈകിയാണ് ബസ് കൽപ്പറ്റയിലെത്തിയത്. ഈ സമയം തിരിച്ചുപിടിക്കാൻ ഡ്രൈവർ അമിത വേഗത്തിലാണ് വണ്ടി ഓടിച്ചിരുന്നതെന്നും കാലപ്പഴക്കമേറിയ പഴയ ബസ്സാണ് സർവീസിന് ഉപയോഗിച്ചിരുന്നതെന്നും യാത്രക്കാർ ആരോപിക്കുന്നു. അപകടത്തിൽ പരിക്കേറ്റ 20ഓളം യാത്രക്കാരെ ബിഡദിയിലെ ഭാരത് കെപ്പെണ്ണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ 4 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. ഒരു യാത്രക്കാരന്റെ കാൽ പൂർണ്ണമായും അറ്റുപോയതായാണ് വിവരം. അപകടത്തെ തുടർന്ന് ബംഗളൂരു മൈസൂരു ദേശീയപാതയിൽ മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെട്ടത്. നിലവിൽ അപകടമുണ്ടാകാനിടയാക്കിയ കാരണങ്ങൾ പരിശോധിക്കുവാൻ ബംഗളൂരു സുൽത്താൻ ബത്തേരി കോഴിക്കോട് ഡിപ്പോകളിൽ നിന്നുള്ള പ്രത്യേക KSRTC ഉദ്യോഗസ്ഥ സംഘം സംഭവസ്ഥലത്തേക്ക് തിരിച്ചു കഴിഞ്ഞു. നിയമം നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥരും ജീവനക്കാരുടെ സുരക്ഷ നോക്കേണ്ട യൂണിയനുകളും വരുത്തിവെച്ച ഈ വൻ ദുരന്തത്തിൽ പൊലിഞ്ഞത് 2 സാധാരണക്കാരുടെ ജീവനാണ്.